ശിവഗംഗ കസ്റ്റഡി കൊലപാതക കേസ് CBCIDക്ക് കൈമാറി. കേസ് ഇന്ന് മദ്രാസ് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് നീക്കം. 5 പോലീസുകാരെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തിരുന്നു. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം? മധു, ഈ കേസ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി പരിഗണിച്ചു. സംഘത്തെ നിയോഗിക്കാൻ പോലീസിന് ആയി എന്നുള്ള ഒരു കാര്യം കൂടി കോടതി ചോദിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള മറുപടി നൽകാൻ തമിഴ്നാട് DGPയോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ അജിത് കുമാർ എന്ന യുവാവിനെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഇതിനുശേഷം ഈ ക്ഷേത്ര പരിസരത്തുള്ള ഒരു തൊഴുത്തിൽ വെച്ച് വലിയ ക്രൂരമർദ്ദനത്തിന് ഇരയാക്കി. ഈ മർദ്ദനത്തിനിടയിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത്. ഇതിന് വലിയ പ്രതിഷേധം ഇന്നലെ ശിവഗംഗയിൽ നടന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് 5 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്രൂരമർദ്ദനമാണ് യുവാവിനെ ഏറ്റിരിക്കുന്നതൊക്കെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരെ അറസ്റ്റ്. ഏതായാലും പ്രതിഷേധം ശക്തമായതോടുകൂടിയാണ് തമിഴ്നാട് പോലീസിന് കീഴിൽ തന്നെയുള്ള CBCIDക്ക് ഇപ്പോൾ കേസിന്റെ അന്വേഷണം കൈമാറിയിരിക്കുന്നത്. ഈ കസ്റ്റഡി മരണത്തിനെതിരെ സർക്കാർ കർശന നടപടിയെടുക്കും എന്നൊക്കെ പലതവണ പ്രഖ്യാപിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത്. ഏതായാലും DMK സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ശരി, KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. DMK അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായി 24 കസ്റ്റഡി മരണങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണം എന്നുള്ളതാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത്. സർക്കാരിനെ വലിയ തോതിൽ പ്രതിഷേധത്തിലാക്കുന്നുണ്ട്. രാഷ്ട്രീയമായി എതിരാളികൾ ഉപയോഗിക്കപ്പെടും എന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ CBCIDക്ക് കേസിന്റെ അന്വേഷണം കൈമാറിയിരിക്കുന്നത്.